കമൽഹാസന്റെ സഹായി സ്ഥാനത്ത് നിന്നും വിട്ടുപോന്ന ആന്റണി പെരുമ്പാവൂർ വർഷങ്ങളായി മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിന്റെ താങ്ങും തണലുമായി ഒരു നിഴൽ പോലെ കൂടെയുണ്ട്. ഡ്രൈവറായും സഹോദരനായും ബിസിനസ് പങ്കാളിയായും ഒക്കെ ആന്റണിയും മോഹൻലാലും തമ്മിൽ വല്ലാത്ത ഒരു ആത്മബന്ധമാണ് ഉള്ളത്. മോഹൻലാലിന്റെ കമലദളം മുതലുള്ള പല സിനിമകളിലും ആന്റണി പെരുമ്പാവൂർ അഭിനയിച്ചിട്ടുമുണ്ട്. കിലുക്കം, ഹരികൃഷ്ണൻസ്, ദൃശ്യം, ഒപ്പം, പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലൊക്കെ ചെറുതും ശ്രദ്ധിക്കപ്പെടുന്നതുമായ വേഷങ്ങൾ ആന്റണി ചെയ്തിട്ടുണ്ട്. ഇതോടെ പലരും ആന്റണിയെ അഭിനയിക്കാൻ വിളിച്ചു. എന്നാൽ തന്റേതല്ലാത്ത സിനിമകളിൽ അഭിനയിക്കേണ്ടെന്ന് മോഹൻലാൽ ആന്റണിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും പലപ്പോഴും മോഹൻലാലിന്റെ നിർബന്ധപ്രകാരമാണ് ആന്റണി അഭിനയിക്കുന്നത്. ദൃശ്യത്തിലെ പോലീസുകാരന്റെ വേഷവും അങ്ങനെയായിരുന്നു. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഏഷ്യാനെറ്റിലെ ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിൽ പങ്കെടുക്കവെയാണ് മോഹൻലാൽ ഇക്കാര്യം തമാശയായി വ്യക്തമാക്കിയത്. ആന്റണി മുഖം കാണിച്ചിട്ടുള്ള മോഹൻലാൽ ചിത്രങ്ങളെല്ലാം തകർപ്പൻ വിജയങ്ങളായിരുന്നു എന്നതും ഒരു വലിയ സത്യമാണ്. പട്ടണപ്രവേശം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആന്റണി പെരുമ്പാവൂരിനെ മോഹൻലാൽ പരിചയപ്പെടുന്നത്. ഒരു സിനിമയുടെ സെറ്റിൽ താൽക്കാലിക ഓട്ടം പോയതായിരുന്നു ആന്റണി. പിന്നീട് മൂന്നാം മുറയുടെ ലൊക്കേഷനിൽ സുഹൃത്തുക്കളുമൊത്ത് മോഹൻലാലിനെ കാണാൻ ചെന്ന ആന്റണിയോട് തന്റെ ഡ്രൈവറാകാൻ മോഹൻലാൽ ക്ഷണിക്കുകയായിരുന്നു. പിന്നീട് മോഹൻലാലിന്റെ മാനേജറായ ആന്റണി 2000-ൽ നരസിംഹം എന്ന സിനിമ നിർമ്മിച്ചു. ചിത്രം സൂപ്പർ ഹിറ്റായി. പിന്നീട് അങ്ങോട്ട് 15ഓളം മോഹൻലാൽ ചിത്രങ്ങൾ ആന്റണി നിർമ്മിച്ചു. ദൃശ്യമാണ് ഏറ്റവും വലിയ ഹിറ്റായി മാറി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.